ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസിന് ഫെബിയാണ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഈദ് വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്നുള്ളത്. പക്ഷേ പല തിരക്കുകൾ കാരണം എനിക്കത് നടന്നില്ല. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഈദ് വ്ളോഗാണ്. കുറച്ച് ഡിലേ ആയി. ഈദ് വ്ളോഗൊക്കെ എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും എനിക്കിപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി ഇടാൻ പറ്റിയത്. അപ്പം നമ്മളിതാ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഹന്തി എന്ന് പറയുന്നത് ഞാൻ ഈദിൻ്റെ ഒരു 4 days മുൻപ് പോയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മെഹന്തി ഇടാൻ പോകുന്ന സലൂണിൽ ഈദിൻ്റെ 2 ദിവസം മുൻപ് എല്ലാം ഭയങ്കര റഷാണ്. നമ്മൾ ടോക്കണൊക്കെ വാങ്ങിച്ചിട്ട് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കുറച്ച് കളർ പോയാലും കുഴപ്പമില്ല, ഒരു 4-5 ദിവസം മുൻപിടാന്നുള്ള രീതിയിൽ ഒരു 4 ദിവസം മുൻപാണ് ഈ ഒരു മെഹന്തി ഇട്ടത്. ഞാനും ഇനായും കൂടി പോയി. അന്ന് വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ മുതൽ നല്ല റഷ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾ ഹെന്ന ഇട്ട് കണ്ടിട്ട് പിന്നെ സാറ ഞങ്ങൾ പോയെന്ന് അവൾക്ക് എന്തൊക്കെയോ സുഖമില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് അവൾ നെക്സ്റ്റ് ഡേ ആയിരുന്നു പോയിട്ട് ടോക്കൺ എടുത്തത്. പക്ഷേ നമുക്ക് ഒരു തരത്തിലും ടൈമൊക്കെ ഭയങ്കര ലാഗാവുന്ന കണ്ടതുകൊണ്ട് ആ ടോക്കൺ തിരിച്ചു കൊടുത്തു. എന്നിട്ട് വേറൊരു ഇങ്ങനെ ഹോം ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഹെന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് അവൾ ഹെന്ന ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ടു. ഇതിൻ്റെ സമയത്തൊന്നും വലിയ കളറൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ല ഡാർക്ക് കളറിലായിരുന്നു ഉണ്ടായത്. ഇത് കഴിഞ്ഞ് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് മങ്ങി വന്ന് തുടങ്ങിയത്. അപ്പോൾ നേരത്തെ പോയിട്ടതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്തായാലും കളറൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ജലാബിയ അറിയാമല്ലോ, ഇവിടുത്തെ അറബ്സ് ഇടുന്ന ഡ്രസ്സ്, കുറച്ച് പാർട്ടി വെയർ പോലത്തെ ആ ഒരു കൈൻഡ് ഓഫ് ജലാബി ആയിരുന്നു അവർ റിക്വയർമെൻറ്റ്. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൂക്കിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സൂക്ക് വരുന്നത്. എനിക്ക് ഈ ഒരു ഐറ്റം വാങ്ങിയിട്ട് വലിയ ശീലമൊന്നുമില്ല, എന്നിരുന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയപ്പം ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ആ ഒരു സൂക്കിൽ ഈ ഒരു ജലാബിയ മാത്രം സെയിൽ ചെയ്യുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് പിക്ചേഴ്സൊക്കെ കാണിച്ചു കൊടുത്തു. അവരുടെ ഒരു 4 or 5 ജലാബിയൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ നല്ല എക്സ്പെൻസീവാണ്. സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ നെക്കിലേക്ക് വരുന്ന വർക്കെല്ലാം തന്നെ ഹാൻഡ് വർക്കാണ് കൂടുതലും. അതുപോലെ സ്റ്റോൺ വർക്ക്സ്, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരോസ്കി സ്റ്റോൺസ് അല്ലേ, അത് വെച്ചിട്ടുള്ള വർക്ക്സാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഇതെല്ലാം തന്നെ. എന്തായാലും 5 ഐറ്റംസ് അവിടുന്ന് ചൂസ് ചെയ്തു. അവർക്ക് തന്നെ കന്തൂറയും ആവശ്യമുണ്ടായിരുന്നു, അതായത് മെയിലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അവരുടെ റിക്വയർമെൻറ്റിലുണ്ടായിരുന്നു. അതും കളക്ട് ചെയ്തു. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഞാൻ ജസ്റ്റ് അവരുടെ ആ എടുത്ത ഐറ്റംസ് അവർ സെലക്ട് ചെയ്ത പീസസ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാം നല്ല ഭംഗിയുള്ള വർക്കാണ് കഴുത്തിൽ വരുന്നത്. ഒരു എന്താ പറയുക, ആ ഒരു നെക്ക് പാർട്ടിലേക്ക് അവർ ഈ ഡ്രസ്സിൻ്റെ പ്രിൻറ്റ് മാച്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വർക്ക് ഡീറ്റെയിലിങ്സ് ആണ് കൊടുക്കുന്നത്. സ്ലീവിലേക്കും കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇവർ ഈ കന്തൂറ പല ടൈപ്പ് ഓഫ് ക്ലോത്ത്സിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് നല്ല ക്ലോത്തും ആയിരുന്നു കേട്ടോ. അങ്ങനെ 5 പീസസ് സെലക്ട് ചെയ്ത പീസസാണ് ഇതൊക്കെ തന്നെ. നമ്മുടെ ഈ ഇവിടുത്തെ ഈദ് സെലിബ്രേഷൻ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈദിൻ്റെ ഫസ്റ്റ് ഡേ അന്ന് തലേന്നൊക്കെ ഷോപ്സ് ഒന്നും ഒരുവിധമൊന്നും ക്ലോസ് ചെയ്യാറില്ല. ഏകദേശം 4:30-5 മണിയെല്ലാം ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുക. പുലർച്ചയ്ക്ക് ക്ലോസ് ചെയ്ത് വന്നാൽ തന്നെ അപ്പോൾ തന്നെ വന്ന് ഫ്രഷായി എല്ലാവരും ഈദ്ഗാഹിന് പോയി വന്ന് ചായ കുടിച്ചിട്ട് വീണ്ടും ഹസ്ബൻഡ് ഷോപ്പിലേക്ക് പോകാറുണ്ട്. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകിട്ട് വരെ, മീൻസ് ഒരു 3-3:30 വരെ കണ്ടിന്യൂസ് ഉറക്കമായിരിക്കും ഹസ്ബൻഡ്. കാരണം തലേന്ന് ഉറക്കം ഒഴിഞ്ഞത് കൊണ്ട് തന്നെ നല്ല ടയേർഡായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 3:30 ആകുമ്പോഴേ എണീറ്റ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ലഞ്ച് കഴിച്ച് അതിനുശേഷം വൈകിട്ടായിരിക്കും ഒന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങുന്നുണ്ടാകുക. ഇവിടെ അലൈനിൽ തന്നെ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി വരും. അതല്ലാതെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ യൂഷ്വലി ലോങ് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ ഇത്തവണയും പതിവ് അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ മധുരയിൽ പോയി. പിന്നെ അതിനുശേഷം റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേയും, അതായത് 3-ാമത്തെ ദിവസവും നമുക്കിവിടെ ഒരു ഫാമിലി ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അൽഹംദുലില്ലാഹ് ഇത്തവണ ഇത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാഹ്. പിന്നെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഉച്ചക്കത്തെ ബിരിയാണിൻ്റെ പണി കുറേ കാലങ്ങളായിട്ട് ഈ ഇതിൻ്റെ ടൈമിൽ ഉണ്ടാകാറില്ല. കാരണം അവരുടെ ഷോപ്പിലേക്ക് വരുന്ന ബിരിയാണിൻ്റെ കൂട്ടത്തിൽ നമുക്കും 2-3 പാഴ്സൽസ് വരും. മട്ടൻ ബിരിയാണി ആയിരുന്നു ഇത്തവണ ഉണ്ടായത്.
അങ്ങനെ അതുകൊണ്ട് ഉച്ചക്കത്തെ പണിയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പുഡിങ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നല്ലാതെ ബാക്കിയുള്ള ഈ ഉച്ചക്കത്തെ പണിയില്ലാത്തതുകൊണ്ട് വലിയൊരു സമാധാനമാണ്. അപ്പോൾ രാവിലെ തന്നെ പണികളെല്ലാം തന്നെ തീരും. മാസം കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അതായത് ഇതിൻ്റെ തലേന്ന് രാത്രി മഗ്‌രിബിന് ശേഷം ഈ മാസം കാണൽ കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഭയങ്കര റഷായിരിക്കും. നല്ല ഫുൾ ലൈവ്ലി ആയിരിക്കും സംഭവങ്ങൾ. എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞാൻ ഇത് ഡെക്കോർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് എന്തെങ്കിലും 2-3 ഐറ്റംസ് വാങ്ങണം എന്നുണ്ടായിരുന്നു. റമദാൻ്റെ ടൈമിൽ അതിൻ്റെ ഒരു തീമിലൊന്ന് ചെറിയ രീതിയിലൊന്ന് ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഇപ്പോൾ ഇതിനോടടുപ്പിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ എന്തെങ്കിലും കളക്ട് ചെയ്യാം. പിന്നെ ഇതിനായൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെയെല്ലാമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. സാറ് അന്ന് എൻ്റെ കൂടെ ഇവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. കാരണം അവൾക്ക് എന്തൊക്കെയോ ഓർഡേഴ്സ് ഉണ്ടായിട്ട് അവൾ ദുബായ് ആ ഭാഗത്ത് എവിടെയോ ഉണ്ടായത്, ഡെലിവറിയും കാര്യങ്ങളും പർച്ചേസും എല്ലാം ആയിട്ട്. അങ്ങനെ ഞാനും ഇനായും കൂടി പുറത്ത് പോയി ആദ്യം തന്നെ പുഡിങ്ങിന് വേണ്ട ഐറ്റംസ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഓറഞ്ച് പുഡിംഗ് ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അങ്ങനെ സിട്രസ് ഓറഞ്ച് വെച്ചിട്ടുള്ള ഒരു പുഡിങ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിംഗ് ആയിരുന്നു. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പുഡിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഡിംഗ് ആയിരുന്നു അത്. ഒരു 2-3 സ്റ്റെപ്സൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പുഡിങ് ചെയ്തതെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലുലുവിൽ വന്നിട്ടിരിക്കുക. അതിനുശേഷം ഞാനൊരു ഗിഫ്റ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഈ ടേബിൾ അറേഞ്ച്മെൻറ്റ്സിന് പറ്റിയ കുറച്ച് ഐറ്റംസ് കണ്ടിട്ട് ഞാനതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയാം കേട്ടോ. ഞാൻ പ്രൈസ് ചിലതിൻ്റെയൊക്കെ കാണും, ചിലത് കാണാൻ ചാൻസ് ഇല്ല. അഥവാ നിങ്ങൾക്കിത് വാങ്ങണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. ഡീറ്റെയിൽസ് ഞാൻ പറയാം. കുറച്ച് എക്സ്പെൻസീവാണ് സംഭവം. കാരണം എല്ലാം അങ്ങനത്തെ കൈൻഡ് ഓഫ് ഐറ്റംസാണ്. എല്ലാം ഡെക്കോർ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നല്ല ഭംഗിയുള്ള നല്ല സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. എന്തായാലും ഇതിൽ നിന്ന് ഞാൻ 1-2 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു കളർ തീമിൽ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഡെക്കോറിനും പിന്നെ നമുക്ക് ടേബിൾ അറേഞ്ച്മെൻറ്റ്സിനും എല്ലായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ എല്ലാം റേറ്റ് വരുന്നത് 80 dirhams, 110 dirhams, 150 dirhams ഇങ്ങനെയെല്ലാം ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നുണ്ട്. എന്നിരുന്നാലും ചിലത് ബിലോ 100 അല്ലെങ്കിൽ 50 to 150 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ പ്രൈസ്. ആ ഒരു സെക്ഷനിലുള്ള വേറെയും കുറച്ച് ഐറ്റംസാണ് ഇതൊക്കെ. നിങ്ങൾക്ക് അതായത് ചിലർ വന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ ടേബിൾ ഡെക്കോർ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ച് വെച്ചവരുണ്ട്. അപ്പോൾ അവരെല്ലാം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈദ് ഡെക്കോർ, ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ബക്രീദ് വരുന്നുണ്ടല്ലോ, അതിനോട് അടുപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഈദ് ഡെക്കോർ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയാം. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈദ് ഡെക്കോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ നാട്ടിൽ ബൾക്ക് സ്റ്റോക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അത് കാരണം ഇപ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നാലും മാത്രമേ നമുക്ക് ആ ഒരു ഈദിൻ്റെ ടൈം ആകുമ്പോഴേക്ക് സാധനം നാട്ടിലേക്ക് എത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്തായാലും ഞാൻ ഐറ്റംസ് വേഗം തന്നെ കളക്ട് ചെയ്യട്ടെ. പിന്നെ എന്നിട്ട് നാട്ടിലേക്ക് അയക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അയക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളടുത്ത് വീഡിയോ ചെയ്യണം. എത്രത്തോളം റെസ്പോൺസ് ഉണ്ടെന്ന് നോക്കിയിട്ട് സാധനങ്ങൾ കൂടുതൽ അയക്കേണ്ടിയും വരും. എൻ്റെ ഡൈനിങ് ടേബിളിൽ വെക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ വാങ്ങിയത് ഈ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഒരു 2-3 സൈസസ് ഉണ്ട്. ചെറിയൊരു സൈസും പിന്നെ മീഡിയം സൈസും പിന്നെ വലിയൊരു സൈസ്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ നല്ല വുഡനിലുള്ളൊരു ട്രേ ആണ് വരുന്നത്. മുകളിൽ ഒരു പള്ളീൻ്റെ മിനാരൊക്കെ പോകുന്ന പോലത്തെ ഒരു ഷേപ്പിൽ ഒരു സംഭവം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളെൻ്റെ വീഡിയോസിൽ കണ്ടു കാണും. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഉണ്ട് ആ ഒരു സംഭവം. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കളക്ട് ചെയ്തു. ഞാനിത് ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനായ അവൾക്ക് വേണ്ടി എന്തോ ആർട്ടിഫിഷ്യൽ നെയിൽസും സംഭവങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അവിടെ അടുത്തുള്ളൊരു മോളിൽ കയറി നിങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവളതെല്ലാം പൊട്ടിച്ച് അതിൻ്റെ ട്രയലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ടൈം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 12-12:30 മണിയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഫുൾ ജനങ്ങളാണ്, എല്ലായിടത്തും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ലേറ്റ് നൈറ്റാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഈദ് ഡേ ആയി. അന്ന് രാവിലെ ഞാൻ സാറയും കൂടി കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. റോഡെല്ലാം ഫുൾ കാലിയായിരുന്നു, ഷോപ്സ് എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്, ഈദ് ഡേ ആണല്ലോ. പിന്നെ അപ്പം നേരെ ഫ്ലവർ ഷോപ്പിലേക്ക് പോയി. നമ്മൾ സാധാരണ പോകാറുള്ള ഫ്ലവർ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു ഫ്ലവർ ഷോപ്പ് നമുക്ക് കിട്ടി. അവിടെയാണെങ്കിൽ വലിയ പിന്നെ കാര്യമായിട്ട് കളക്ഷൻസ് ഒന്നും ഇല്ല, കാരണം എല്ലാം തലേന്ന് അത്രമാത്രം ഇവർക്കൊക്കെ സെയിൽ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ ഉള്ളതിൽ എന്തൊക്കെയോ കുറച്ച് സെലക്ട് ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ടേബിളിൽ ഫ്ലവർ വേസിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇത് അയാൾ ചെറുതായിട്ടൊന്ന് അറേഞ്ചൊക്കെ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്കുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നില്ല, വലിയൊരു തൃപ്തി ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഈദ്, അതായത് നമ്മുടെ ബക്രീദിന് എന്തായാലും എല്ലാം കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട്. ആ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സാറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. എനിക്ക് എൻ്റെ പണികൾ കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് ജാനും കൂടിയുണ്ട്. ഞാനിവിടുന്ന് കിച്ചണിൽ എന്തെങ്കിലും പണികൾ എടുക്കുന്ന സമയത്ത് അവനക്ക് ഭയങ്കര ഇഷ്ടം ഈ കൗണ്ടർ ടോപ്പിലിരുന്നിട്ട് അതെല്ലാം ഓരോന്നിങ്ങനെ വാച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മുട്ട സുർക്ക അല്ലെങ്കിൽ മുട്ടാപ്പം ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. അതിൻ്റെ കൂടെ മട്ടൺ കറിയും, മട്ടനല്ല ബീഫ് കറി. പിന്നെ അതിൻ്റെ മാവെല്ലാം അരച്ചു കൊടുത്തിട്ട് ജാറയാണ് ഇത് മുട്ടസുർക്ക ചുട്ടെടുത്തത്. കറി അവളത് ചെയ്യുമ്പോഴേക്കും ഞാൻ പുഡിങ്ങും അതുപോലെ കറിയും റെഡിയാക്കി. തലേന്നും അതിൻ്റെ തലേന്നൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു സമയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ബക്രീദിൻ്റെ സമയത്തെങ്കിലും ഒരു 2-3 ഡേയ്സ് മുൻപേ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോട്ട് നിങ്ങൾക്കറിയില്ലേ, ഡച്ച് ഓവൻ പോട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടില്ലേ, അതുള്ള ആ ഒരു ഒലീവ് ഗ്രീൻ. അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നത് ഈ ഒരു ഒലീവ് ഗ്രീനിനാണ് കേട്ടോ. അതും സാധനങ്ങൾ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം എൻക്വയറീസ് വരുന്നതിനനുസരിച്ച് ഓർഡേഴ്സ് മൊത്തം എടുത്തിട്ട് അയക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ മിഞ്ഞാന്നാണ് സാധനങ്ങൾ അയച്ചത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഒലീവ് ഗ്രീനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്നത്. അതിനുശേഷം പിന്നെ വന്നത് ബ്ലൂ ആണ് കേട്ടോ, ആ ഒരു പിന്നെ ഓഷ്യൻ ബ്ലൂ. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പെപ്പർ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഒരു 4-5 ദിവസം മുൻപ് തൊട്ടേ സാറ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഡൈനിങ് ടേബിൾ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ, നമുക്ക് പർച്ചേസ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. നെക്സ്റ്റ് ഈദിനെങ്കിലും ഞാനതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ടേബിൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഷീറ്റൊക്കെ മാറ്റി, ടേബിൾ റണ്ണറെല്ലാം വീണ്ടും പഴയതൊരെണ്ണം ഉണ്ടായിരുന്നു, അത് വീണ്ടും തിരിച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി പ്ലാനിങ്സോട് കൂടി എല്ലാം തന്നെ അറേഞ്ച് ചെയ്യണം. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വക അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടാൽ മതി. ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സാണ്. കാരണം ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എനിക്ക് അതിനും എൻക്വയറീസ് വരാറുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ റമദാൻ്റെ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഫുൾ സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 3-4 ആൾക്കാരുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഐറ്റംസും വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻക്വയറീസ് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്തായാലും ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്കും അത് മനസ്സിനൊരു ഹാപ്പിനെസ്സാണ്, നിങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പുഡിങ്ങും അതിനിടയിൽ റെഡി ആയിട്ടുണ്ട്, ഓറഞ്ച് പുഡിങ്. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുഡിങ്ങാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്, കാരണം എനിക്ക് നല്ല ഭംഗിയിൽ ഷൂട്ട് ചെയ്യണം, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചടപടാന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ ഒന്ന് സമയമെടുത്ത് അതിനായിട്ട് മെനക്കെട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നമ്മൾ ഈവനിങ് ആയപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് വേഗം തന്നെ തിരിച്ച് വന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ മധുരയിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 11-11:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി.
അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഡേയും പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേയും എല്ലാം തന്നെ ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഡെസ്റ്റിനേഷൻസും നല്ല റഷായിരിക്കും കേട്ടോ. അതായത് ഒരുവിധം സൈറ്റ്സ് എല്ലാം തന്നെ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ, അധികം റഷില്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയയിൽ പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കാരണം നമ്മളിപ്പോൾ ഇവിടെയുള്ള അറിയപ്പെടുന്ന ഏതെങ്കിലും സൈറ്റ്സൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ എല്ലാ ഏരിയാസും ഫുൾ ട്രാഫിക് ആയിരിക്കും, നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും എത്തില്ല. അതുകൊണ്ട് അധികം അറിയപ്പെടാത്ത ഏരിയകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ അവിടെ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ മധുരയിൽ പോകാമെന്ന് വിചാരിച്ചു. മധുരയിൽ സംഭവം അവിടെ ഒരു ഒമാൻ്റെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് നല്ല അടിപൊളി തിക്ക കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. ഒരുപാട് ചെറിയ ഇങ്ങനെ ചെറിയ ഷോപ്സ്, അവിടെ ഇങ്ങനെ പലതരം തിക്കാസ്, പിന്നെ ഇവിടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കേമാത്ത് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ പറയുന്നു അവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടത്തേക്കാണ് ഫസ്റ്റ് വിട്ടത്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ കുറച്ചധികം നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. പല ഷോപ്സിൽ നിന്നായിട്ട് പല ഐറ്റംസും ട്രൈ ചെയ്തു, കഴിച്ചു. നല്ല രസമായിരുന്നു അവിടുന്ന് ചൂടോടെ സംഭവങ്ങൾ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ദുബായിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ നേരെ അലയിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലുള്ള ഗിവ് അവേ വിന്നറിനെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.